ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. കുറേ ദിവസമായി ഗൈസ് നമ്മൾ വ്ളോഗ് എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു 5 ദിവസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. ഷാസും വന്ന് പിന്നെ ഞാൻ കുറച്ചൊന്ന് അവൻ്റെ കൂടെ കറക്കി കിടക്കും. പിന്നെ മഴയും ഇടിയും മിന്നലും ഒക്കെ തുടങ്ങിയതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ഒരു ലേസി മോഡിലായിപ്പോയി. അപ്പോൾ ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു 5 ദിവസമായിട്ട് വീഡിയോ ഇടുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എവളും എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതിൽ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. എന്തോ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ചെറിയ രീതിയിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്രയൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടിയാലും ചില സമയത്ത് ഇങ്ങനെയൊക്കെ കുറേ സാധനം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ തന്നെ ഞാൻ ഫോണും എടുത്ത് ചാടി ഇറങ്ങി ഗൈസ് വ്ളോഗ് എടുക്കുക എന്നുള്ള രീതിയിൽ. ബിക്കോസ് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. ഇവർ രണ്ടുപേരാണ് എൻ്റെ ഫേവറേറ്റ്. ബിക്കോസ് അവർ ട്വിൻസാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ. അവരുടനെ നാട്ടിൽ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജെൻ സി എന്ന് പറഞ്ഞ് ചിലർ എന്നെയിട്ട് ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നതും കളിയാക്കുന്നതൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഇവരാണെങ്കിൽ ജെൻ ആൽഫയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ വ്ളോഗിൽ ഇനി ജെൻ ആൽഫക്കാരും വരും. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വ്ളോഗിങ്, ഫുഡ് എക്സ്പ്ലോറേഷൻ വേറെ ആളെ തപ്പേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ അവളത് ഇങ്ങനെ പറയായിരുന്നു, വന്നു കഴിഞ്ഞാൽ അത് നല്ല ഫുഡിയാണ്. നമ്മൾ ഓൾറെഡി ബ്രിസ്ക്കറ്റ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഖത്തറിൽ കിട്ടാത്ത ബ്രിസ്ക്കറ്റൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ഒരു സുഖമാണ് ഫുഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇന്ന് ആദ്യം വിചാരിച്ച ഇന്ന് ഹെലിപ്പാഡിൻ്റെ മണ്ടേ കയറാമെന്ന്. പക്ഷെ നോക്കിയപ്പോൾ ഭയങ്കര കാറ്റും മഴയും. ഇതിൻ്റെ മുകളിലാണ് ഹെലിപ്പാഡ്. നേരെ ചാടിയ സ്വിമ്മിങ് പൂള്, ആ സെറ്റപ്പാണ് ഗൈസ്. അപ്പം ഇന്ന് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹമ്പിൾ വീട്ടിൽ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവനൊന്നും തിരിച്ച് കാലിക്കട്ട് പോവാം. അപ്പോൾ അവനെയും കണ്ടിട്ട് ഞാൻ ചിലപ്പം ഫിക്കാനെ പോകണമെന്നുണ്ട്. ഇന്ന് CSKയുടെ കളിയുണ്ട് ഗൈസ്, CSK വേഴ്സസ് RR. കഴിഞ്ഞ വർഷം ഞാൻ RR ആയിരുന്നു. നമ്മുടെ സഞ്ജു അവിടെ ഉള്ളതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ അങ്ങോട്ട് കയറിയത്, ലൈക്ക് ഇങ്ങനെ RRനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ CSKയിലോട്ട് മാറിയതിന് ശേഷം ഇനിയിപ്പം CSK RCB തന്നെ. ലാസ്റ്റ് ടൈം എനിക്ക് RCB ജയിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്. കുറേ പേര് എൻ്റെ അടുത്ത് അന്ന് ആ സമയത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു, ഇങ്ങനെ കറക്റ്റായിട്ട് അവർ ജയിക്കുമെന്ന്. ഞാൻ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു RCB ജയിക്കും എന്നുള്ളത്. ബിക്കോസ് ഒബ്വിയസ്ലി അതിൽ കോഹ്ലി മാത്രമാണ്, വേറെ ഒരു കണക്ഷനും ഇല്ല. പക്ഷേ കോഹ്ലി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മളിനി ആരെയൊക്കെ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹീ ഈസ് അൺകമ്പയറബിൾ. മനസ്സിലായില്ലേ? അത് പുള്ളിയുടെ കളി കാണുന്ന തന്നെ ഒരു രസമാണ്. ഇപ്പം കോഹ്ലിയുടെ കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം ഏറ്റവും കൂടുതൽ ഞാൻ അഡ്മയർ ചെയ്യണ ഒരു പ്ലെയർ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ്. ആ ഒരു രക്ഷയില്ല ഗൈസ്. അത് തന്നെ കണ്ടുകൊണ്ട് ഇരിക്കാൻ തന്നെ ഒരു സുഖമാണ്. പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, ഈ ഒരു അഗ്രസീവ് പ്ലേ പ്ലസ് ക്ലാസ് ആണ്. രണ്ടും കൂടെ ഇത് വളരെ കുറച്ച് കളിക്കാരെ നമുക്ക് ആ ഒരു വീണ്ടും കാണണമെന്നുള്ളത്. ഈ കളിക്കാരൻ എപ്പോൾ കളിക്കും എന്നുള്ളൊരു ആകാംക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്യണത് ഇങ്ങനെയുള്ള പ്ലെയേഴ്സിലാണ്. ഇന്നത്തത് നല്ല കോമഡി കളിയായിരിക്കും ഗൈസ്. സഞ്ജു RRന്ന് CSKയിലോട്ടും ജഡേജ CSKന്ന് RRലോട്ടും. രണ്ടുപേരും ഇന്ന് നേർക്ക് നേർ. ഇവൻ ഓഡിയൻസ് തന്നെ ഇന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും ആരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ഭയങ്കര ഒരു മിക്സ്ഡ് ക്രൗഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സഞ്ജു സാംസൺ തന്നെ ഗൈസ്. ജഡേജ ഈസ് എൻ അമേസിങ് ഫീൽഡർ, അതും എല്ലാ ഓൾറൗണ്ടറൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ പയ്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആരും. ബിക്കോസ് ഇനിയിപ്പോൾ IPLലൊക്കെ ഇനി ഇഷ്ടം പോലെ വർഷം കിടക്കുകയാണ്. കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ മിക്കവാറും റിട്ടയർ ആകും ഗൈസ്. അവരൊക്കെ മിക്കവാറും കളി നിർത്തും ഒരു പോയിന്റ് ആകുമ്പോൾ. പിന്നെ സഞ്ജുവിന് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ബേസ് ആയി കഴിഞ്ഞാൽ CSKയിൽ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു ലെഗസി ലീവ് ചെയ്യാം. മനസ്സിലായല്ലേ? അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, കറക്റ്റ് ഒരു ടൈമിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി. സോ ഐ ഹോപ്പ് ഹി വിൽ മേക്ക് ഇറ്റ് ബിഗ് ആൻഡ് ഹി വിൽ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. ആൻഡ് നല്ല മഴ ഇടിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ ഗൈസ് എന്നെപ്പറ്റി റെഡിറ്റിൽ ഒരു ഇത് വന്നായിരുന്നു ഗൈസ്. അത് താങ്ക് യു ആരായാലും റെഡിറ്റിലിട്ടതിന് താങ്ക്സ്. ബിക്കോസ് ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നൊരു ആപ്പാണ്. നോക്കട്ടെ, സ്പിൽ ദ ചായ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു കമ്മ്യൂണിറ്റി റെഡിറ്റ്. അപ്പം റെഡിറ്റിലൊരു സംഭവമുണ്ട്, ഒരു ഗ്രൂപ്പ്. അതിലാണ് എൻ്റെ വന്നത്. ആനുവൽ ബോക്സ് എന്ന് പറഞ്ഞ ആരുമാണ്. കോൾ മീ ഫ്ലാഷ് എനി ടീ. ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ ടീയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നെപ്പറ്റി ആരും ടീയും കോഫിയും ഒന്നും തരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ പ്ലെയിൻ മച്ച എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളിക്കാരനാണ് എല്ലാവരുടെയും ടീ അവിടെ വിതരണം ചെയ്യണത്. പാവമാണ്, അൺലൈക്ക് ഹിസ് ബ്രദർ. മച്ചാനെ എൻ്റെ ബ്രദറും പാവമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ആ ടെക് സാധനം തുടങ്ങിയ സമയത്തെ പുച്ഛം എന്ന് പറയുന്നത് ആ കണ്ടന്റിൻ്റെ നേച്ചറാണ്. അപ്പം അത് കണ്ട് ഓൾസോ അത് അവന് വർക്കുമായി. അപ്പം ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുച്ഛിച്ച് നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഗൈസ്. ഒട്ടും അല്ല. നിങ്ങൾക്ക് അവനെ പേഴ്സണലി അറിയാമെന്നുണ്ടെങ്കിൽ യു വിൽ നെവർ സേ ഈസ് സച്ച് എ പാവം. മനസ്സിലായില്ലേ? പാവമാണ്. അവനെ അറിയാമെന്നുള്ളവർ ഒരിക്കലും പറയൂല അവൻ ഇങ്ങനെ പുച്ഛമാണെന്നോ ഒന്നുമല്ല. ഐ തിങ്ക് ഹീ ഈസ് മച്ച് മോർ പാവം ദാൻ മീ. ബട്ട് ഡോണ്ട് റീഡ് ഹിം റോങ്, ഹി ഹാസ് റീസൺസ് ടു റിമെയിൻ ലോക്കി. അങ്ങനത്തെ ഭയങ്കര റീസൺ ഒന്നും ഇല്ല ഗൈസ്. പക്ഷേ തിങ് ഈസ്, എനിക്കിഷ്ടമാണ് ലോക്കി ആയിട്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം. ബിക്കോസ് അത് പണ്ടും ഞാൻ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കങ്ങനെ ഭയങ്കര എന്താ പറയുമല്ലോ, ഒരു ലൗഡ് ലൈഫിലോട്ടും താല്പര്യമില്ല. എന്താ പറയുക, ആ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമറിലോട്ട് ഇറങ്ങണമെന്നില്ല.
ഇപ്പോൾ പാർട്ടിയും സാധനങ്ങളും സോഷ്യൽ ലൈഫും ഒക്കെ എൻജോയ് ചെയ്ത് ഞാൻ നടന്നിട്ടില്ല എന്നല്ല, നടന്നിട്ടുണ്ട്. പക്ഷേ തിങ് ഈസ് പിന്നെ എനിക്ക് എപ്പോഴോ എനിക്ക് തോന്നുന്ന കൊറോണ ടൈം മുതൽ മൊത്തത്തിൽ ഞാൻ എന്താ പറയുക ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം ക്ലെയിം വെച്ചാൽ ഞാൻ ലിയോണ ലിഷോയുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. ബ്രോ ഭയങ്കര ഫാനാണ് ലിയോണ ലിഷോയുടെ. എനിക്ക് വന്നിട്ടുണ്ട് ഒരിക്കൽ ചാൻസ്. പുള്ളിക്കാരുടെ ഏതൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊറോണ ടൈം മുതൽ സെലിബ്രിറ്റികളെയൊക്കെ ഷൂട്ട് ചെയ്യൽ നിർത്തിയതായിരുന്നു. പിന്നെ വേറൊരു എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അങ്ങനെ തെറിയൊന്നും വിളിച്ചിട്ടില്ല. അങ്ങനെ വലിയ ഗോസിപ്പും ഞാൻ കാണുന്നില്ല എന്നെപ്പറ്റി. ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ചു എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് വരുമോ. വേറെ ആകെ ഒരെണ്ണം മാത്രമാണ് കോൾഡ് പ്ലാന്റെയിൻ, തണുത്ത വാഴ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരാൾ. ഐ തിങ്ക് ഹീ ഷുഗർ ഡാഡി. ഹീ ഹാങ്സ് ഔട്ട് വിത്ത് ജെൻസി ഗേൾസ്. ഹീ ഹാസ് ഇൻ മാരീഡ് നാ. ഈ ഒരു സാധനം മാത്രമാണ് എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്ന് തോന്നിയത്. ഇവിടെ ഈ ഒന്നാമത്തെ കാര്യം, ഈ ഷുഗർ ഡാഡി ആവാനായിട്ട് നല്ല കാശ് വേണം. നോട്ട് റിച്ച് ബ്രോ, നോട്ട് റിച്ച് എനഫ് ടു ബി എ ഷുഗർ ഡാഡി. മനസ്സിലായില്ലേ? എനിക്ക് കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട്. ഞാൻ തന്നെ പറയാറുണ്ട് ഞാൻ കൊളസ്ട്രോൾ ഡാഡിയാണ്. പിന്നെ ഈ ജെൻസി പിള്ളേരെ കൂടെ നടക്കുന്നത് വെരി ദിസ് ഗ്രാൻഡ് പാ ഈസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് 20-year-old ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫർ ആണെന്നുള്ളത് ചിലർക്കെങ്കിലും അറിയാം. പക്ഷേ ഞാൻ ഈ ഒരു കൊറോണ കാരണം സ്റ്റക്കായി കുറച്ച് ഡിപ്രഷൻ അടിച്ചിരുന്നു. ബിക്കോസ് ഫോട്ടോഗ്രാഫി മൊത്തത്തിൽ സ്റ്റക്കായി. നമ്മൾ വീട്ടിലാണ് ഇരുന്നത് 1-1.5 വർഷം അടുപ്പിച്ച്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പ്ലാൻ ചെയ്ത ഷൂട്ട്സ് ഒക്കെ ക്യാൻസലായി പോയി. കൊച്ചിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അങ്ങനെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി ഇല്ല. ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് ലൈക്ക് മോഡൽസിനെ ഷൂട്ട് ചെയ്യാനായിട്ടൊരു വിഷയമേ അല്ലായിരുന്നു. അപ്പോൾ ഏത് നാഷണാലിറ്റിയിലെ മോഡൽ ഞാൻ ഒത്തിരി പേരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദുബൈയിൽ, സെലിബ്രിറ്റീസ് ആയാലും മോഡൽസ് ആയാലും. അപ്പം പക്ഷേ നാട്ടിൽ ഞാൻ വന്നിങ്ങനെ സ്റ്റക്കായി. ഞാൻ നാട്ടിൽ വരണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ചുമ്മാ നാട്ടിൽ വെക്കേഷന് വന്ന സമയത്താണ് ഈ കൊറോണ തുടങ്ങി. ഞാൻ 1 മാസത്തിൽ തിരിച്ചു വരുന്നത് ഞാൻ ഇവിടെ സ്റ്റക്കായി. ഇതൊക്കെ ഞാൻ കാർത്തിക്കിൻ്റെ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ സ്റ്റക്കായതിനു ശേഷം ഞാൻ മൊത്തത്തിൽ ഡീമോട്ടിവേറ്റഡ് ആയി. എൻ്റെ ഗിയറൊക്കെ മൊത്തം ചീത്തയായി. പിന്നെ ഷാസാണ് എന്നെ പതുക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വന്നത്. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2 വർഷം അടുപ്പിച്ചുള്ളൊരു ബ്രേക്ക് വന്നു ഫോട്ടോഗ്രാഫിയിൽ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മോഡൽസിനായിട്ടൊന്നും ആ സമയത്ത് എനിക്ക് വേറെ ടച്ചും ഇല്ല. 2 വർഷം ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വയസ്സായി. നീ പറഞ്ഞ പോലെ കറക്റ്റാണ്. നമുക്ക് ഒരു ഏജ് ആകുമ്പം അപ്പോഴേക്ക് തന്നെ ആ ഒരു 2 വർഷത്തിൽ ഒത്തിരി കൊച്ചു പയ്യന്മാർ ക്യാമറയൊക്കെ വാങ്ങിച്ച് എല്ലാവരും മറ്റേ സിനിമാറ്റിക് ഇപ്പോൾ ലറ്റ്സും പ്രീസെറ്റും ഒക്കെ ഇട്ട് കുറേ പയ്യന്മാർ വന്ന് ലൈറ്റ് റൂം മൊബൈലും ലൈറ്റ് റൂം പ്രീസെറ്റൊക്കെ ഇട്ട് ഇപ്പോൾ പെണ്ണുങ്ങളെ വെറുതെ ഇങ്ങനെ വിളിച്ചിട്ട് ഫോട്ടോ എടുത്ത് പോർട്രേറ്റ് ഷൂട്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അവരൊക്കെ തന്നെ മിക്കവരും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും ആയി. അപ്പോൾ ഞാൻ സമയത്ത് ഞാൻ ഷാസിൻ്റെ അടുത്തും പണ്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഞാൻ അവിടെ സ്റ്റക്കും ആയി. ഇവിടെ മോഡൽസും ഇല്ല, അതായത് പ്രോപ്പർ മോഡൽസ്. ഫാഷൻ ഫീൽഡൊന്നും അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല കൊച്ചി. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തിങ് ഈസ് ഞാൻ നോക്കിയപ്പം ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന മൊത്തം ഈ ജെൻസി പിള്ളേരെയാണ്. ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ ആകെ കൂടെ പോസ് ചെയ്യുന്നത് മോഡലിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കി. ഞാൻ ലൈക്ക് ഫ്രണ്ട്സ് ഒന്നും പറയാനും പറ്റില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ലൈക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുമായിട്ട് ഞാൻ ടച്ചിലായിട്ടുണ്ട്. ബിക്കോസ് എപ്പോഴെങ്കിലും എനിക്കും മൂഡ് വേണം ഗൈസ് ഫോട്ടോ എടുക്കാൻ. ബിക്കോസ് ഞാൻ ഒരു ഡൗൺ ടൈമിൽ നിന്ന് എന്തോ പറയാമല്ലോ വീണ്ടും ഫോട്ടോഗ്രാഫിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ നോക്കിയത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ അവൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അവനെ എനിക്ക് തോന്നുന്നത് വലിയ പ്രായം കാണില്ല. അതായത് അവൻ എന്നെ ഗ്രാൻഡ് പാ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് തിങ് ഈസ് നമ്മളൊരു ഗ്രാൻഡ് പാ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് പിന്നെ നമ്മളത് പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ ആരും വരില്ല വർക്ക് ചെയ്യാനും. അത് ഭയങ്കര പാടാണ്. നമ്മളല്ലെങ്കിൽ പറയാൻ നടക്കണം ആൾക്കാരത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് തിങ് ഈസ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കുറച്ച് വർക്ക് ചെയ്തപ്പോഴേക്കും വീണ്ടും ഇങ്ങോട്ടാണ് ആൾക്കാർ വരുന്നത്. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. ഇങ്ങോട്ട് ആൾക്കാർ കുറേ പേര് ഇഷ്ടംപോലെ ഇപ്പോൾ ഇനി പറഞ്ഞ പോലെ തന്നെ ജെൻസി മോഡൽസ് ആയാലും അല്ലാത്ത സെലിബ്രിറ്റീസ് ആയാലും അവർ ചോദിക്കാറുണ്ട് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, ലൈക്ക് നമുക്കൊരു വർക്ക് ചെയ്യാം, നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് ഇവിടെ എല്ലാവരും മറ്റേ ഒരുമാതിരി കോൺസെപ്റ്റ് ഷൂട്ടും എന്താ പറയുമല്ലോ അവരുടേതായിട്ട് ഏതെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഞാൻ ആ ടൈപ്പിൽ വർക്ക് ചെയ്യുന്നതല്ല. ബിക്കോസ് എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു മൂഡ് കാണില്ല. ലൈക്ക് ഇപ്പോൾ അവർ സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അത് എനിക്ക് ഒട്ടും വർക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ലൈക്ക് നമ്മളെ സ്റ്റൈൽ ഓഫ് ഫോട്ടോഗ്രാഫി കണ്ടിട്ട് വരണവരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്യും. അല്ലാതെ ഇപ്പോൾ വേറൊരാളുടെ സ്റ്റൈൽ ഓഫ് വർക്കും കൊണ്ടുവന്നിട്ട് ഈ ടൈപ്പ് സാധനം വേണം ആ ടൈപ്പ് സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ കുറച്ചൊന്ന് നമുക്കൊരു എന്നുള്ള സെറ്റപ്പാണ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ കുറച്ച് കോൺടാക്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു മൂഡ് വന്നാലേ ഞാൻ ഷൂട്ട് ചെയ്യത്തുള്ളൂ. കറക്റ്റായിട്ടുള്ളൊരു എനിക്ക് തന്നെ തോന്നണം. ഇവരുടെ ഫോട്ടോഗ്രാഫേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്ന മോഡൽസാണ് അറ്റ്ലീസ്റ്റ് നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി വർക്ക് വിത്ത് അങ്ങനത്തെ ആൾക്കാർ.
അല്ലാത്ത പക്ഷം ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല, ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വ്ളോഗിങ് തുടങ്ങിയപ്പം ഞാൻ ഈ പരിചയപ്പെട്ട് വെച്ചേക്കുന്നവരെ ഞാൻ വിചാരിച്ചു പിന്നാണെങ്കിലും വിളിക്കാം, ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. അങ്ങനെ അതിൽ കുറച്ച് നമ്മുടെ ഒരു വൈബുമായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ ജെൻസി വൈബ് എന്നല്ല, പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ കാണുമ്പോഴൊക്കെ സംസാരിക്കുന്ന ഈ മോഡലിങ്ങിനെ പറ്റിയും ഇതിപ്പോൾ മോഡൽസ് എന്ന് പറയുന്നത് അവരൊന്നും യഥാർത്ഥ മോഡൽസ് അല്ല, മിക്കവരും സ്റ്റൈലിങ്ങും പാർട്ടി ഇവൻറ്റ്സ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെയൊക്കെ കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളും ഇപ്പോഴത്തെ എന്താണ് അവസ്ഥയെന്നുള്ളത് നമ്മൾ ഈ അങ്ങാട്ടുള്ളവർക്ക് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവും. ഞാനൊക്കെ മറ്റേ ദുബായിൽ നിന്ന സമയത്തുള്ള കാലഘട്ടമൊന്നും അല്ല ഗൈസ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കണ്ടും ചോദിച്ചും ആൾക്കാരെ പരിചയപ്പെട്ടൊക്കെ തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ജെൻസി ആൾക്കാരോട്ട് കമ്പനി അടിച്ചുകൂടാന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് നമ്മളടുത്ത് കംഫർട്ടബിൾ ആണ്, നമ്മൾ അവരെയൊന്നും ഉപദ്രവിക്കുന്നില്ല. അല്ലാതെ ഒരു പറഞ്ഞേട്ടേക്കെന്ന് ഞാൻ ഈ ജെൻസി പിള്ളേരെയൊക്കെ മറ്റേ വലയിൽ ആക്കി കെട്ടിയിട്ട് എവിടെയോ കൊണ്ടുപോകാൻ പോകണമെന്നാണ്. അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞേ ഫുഡ് അടിക്കാൻ പോവും, അതാണ് നിങ്ങൾ ഈ വ്ളോഗിലാണ് കാണിക്കുന്നത്, ഞാൻ പബ്ലിക്കായിട്ടാണ് കാണിക്കുന്നത്. എന്താണ് ഇവരെ ചിലപ്പോൾ നിങ്ങൾ ഈ വ്ളോഗിൽ കാണുന്ന സമയത്തായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു ഇൻട്രാക്ഷനാണ് ഞാൻ ചിലപ്പോൾ വ്ളോഗിൽ തന്നെ ഇടുന്നത്. അപ്പം അങ്ങനത്തെ ഡൗട്ട്സ് ഒന്നും വേണ്ട ഗൈസ്. ഞാൻ മറ്റേ ജെൻസി പിള്ളേരെ തട്ടിയെടുക്കാൻ നടക്കുന്ന ഗ്രാൻഡ് പേ ഒന്നും അല്ല. അപ്പോൾ അവൻ പറഞ്ഞ പോലെ അപ്പോൾ ബാക്കിയുള്ള റെഡിറ്റിലുള്ളവരടുത്തൊക്കെ എനിക്കൊരു വലിയ താങ്ക്സ് ഉണ്ട്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് സം പീപ്പിൾ നോ ഹു ഐ ആം ആൻഡ് സം പീപ്പിൾ റെസ്പെക്ട് മീ ഫോർ ഹു ഐ ആം. അപ്പം ആ ഒരു സാധനം ഐ ആം സൂപ്പർ ഗ്രേറ്റ്ഫുൾ. ആരും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരാളെ പറ്റി അറിയത്തില്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ സ്പിൽ ദ ടീ എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ അത്യാവശ്യം ഫാക്ട്സ് ആൻഡ് സംഭവം അറിഞ്ഞിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. മനസ്സിലായോ? ഞാനായാലും എനിക്ക് പരിചയമുള്ളവരായാലും നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനെ പറ്റി എന്തോ പറയാമല്ലോ, വളരെ ആധികാരികമായിട്ട് നമ്മൾ റെഡിറ്റിലെന്നല്ല ഒരിടത്തും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ പലയിടത്തും പറയട്ടെ, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ റെഡിറ്റിൽ പോയി നോക്കിയാൽ മൊത്തം ആൾക്കാരെ പറ്റി എന്തൊക്കെയോ കഥകളുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് ഈ കഥകളൊക്കെ ആൾക്കാരെ അടിച്ച് വിടുന്നത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്നത് കുറേ എന്താ പറയുമല്ലോ ഫിക്ഷനാണ്. എല്ലാവർക്കും തോന്നുന്ന ചില സാധനങ്ങളും ഉണ്ട്, ചിലതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ കുറേ ഞാൻ പറഞ്ഞില്ലേ വെറുതെ തള്ളാണ്. എൻ്റെ അമ്മോ, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാൻ ഒരു 100 പേര് കാണും. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ദേ ഡോണ്ട് നോ ദ റിയൽ പീപ്പിൾ ബിഹൈൻഡ്. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ പെട്ടെന്ന് ജഡ്ജ്മെൻ്റലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക ഗൈസ് മാക്സിമം. സത്യം പറഞ്ഞാൽ ഇപ്പം അതിൽ കുറേ റെഡിറ്റിൽ തന്നെ ഇപ്പോൾ കമൻറ്റ് വന്നതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്, എന്നെ വെളിയിൽ നേരിട്ട് കണ്ടിട്ടുള്ള പിള്ളേരും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗൈസ് അവർ കാണുന്നത് പറഞ്ഞാൽ ഗൈസ് അവർ നമ്മളെ റിയൽ ലൈഫിൽ റിയൽ വേൾഡിലാണ് കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അവർക്കൊരു വൈബ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളവർക്ക് ഇറ്റ്സ് എ ഹ്യൂജ് താങ്ക്സ് ഫ്രം മൈ സൈഡ്. ബിക്കോസ് അവർക്ക് ആ ഒരു എന്താ പറയുക അങ്ങനെ കണ്ട് നമ്മൾ മനസ്സിലാക്കുക ആൾക്കാരെ. ആൻഡ് ദെൻ യു ഡിസൈഡ് എന്താണ് ആൾക്കാർ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. അല്ല വെറുതെ നമ്മൾ ആരെയും അറിഞ്ഞുകൂടാതെയും ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ ജഡ്ജ്മെൻ്റലാവാൻ നോക്കരുത്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും റെഡിറ്റിലോട്ട് എൻ്റെ ഒരു എൻട്രി നടന്നായിരുന്നു. അപ്പം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ചിലപ്പം ട്രാഫിക്കാനെ പോയിട്ട് CSK വേഴ്സസ് നമ്മുടെ RRൻ്റെ കളി കാണാൻ ചിലപ്പോൾ പോകും ഞാൻ. അവിടെ കുറച്ച് ദിവസമായി പോയിട്ട്. ആൻഡ് ലെറ്റ് സി ഹമ്പിൾ വന്നു നോക്കട്ടെ ഗൈസ്. താഴെ പോയി ജസ്റ്റ് ഒന്ന് അവൻ വന്നെങ്കിൽ അവനൊരു ഹായ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ. മഴ എന്തായാലും സ്റ്റാർട്ടായി. ആ ഒരു ചൂടിൽ നിന്ന് കുറച്ചൊന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ട് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ചൂടും ഹ്യൂമിഡിറ്റിയും ആയിരുന്നു. ഇപ്പോൾ അതാണ്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ എന്തൊരു വൈബെന്ന് വയ്യാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊരു ഭയങ്കര ഒരു ഫേവറേറ്റ് പരിപാടിയാണ് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു വ്യൂ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ. ഞാൻ കുറച്ച് ദിവസമായി കഴിച്ചു എൻ്റെ മണ്ടേ വന്നിട്ട്. സോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൾ വിളിച്ചിട്ട് വ്ളോഗൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മില്യൺ കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യണമെന്നോ അങ്ങനെ പറഞ്ഞു നടക്കണമെന്നൊന്നുമില്ല. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ദെർ ആർ സം പീപ്പിൾ ഹു സെൻഡ് മീ മെസ്സേജസ് ആൻഡ് ആസ്ക് ഇന്ന് ഇത്രയും ദിവസം എന്തായി വ്ളോഗ് വരാം. ബിക്കോസ് അവർക്കറിയാം ഞാൻ ആ ബ്രേക്ക് എടുക്കുമ്പോഴേ അവർക്കറിയാം. ആസ് ഇവർ ഇപ്പം ചിലരൊക്കെ പറയും ഞാൻ ഇപ്പോൾ ഇൻട്രോവേർട്ട് അല്ല. ദ തിങ് ഈസ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഈ വ്ളോഗ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീംലി സോഷ്യൽ ആവണം. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ഇടൽ എന്നുള്ള ഒരു പരിപാടി. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ഷെല്ലിലോട്ട് നമ്മൾ പോകും. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഇപ്പം ഹാപ്പനിങ് ആയിട്ടുള്ള ഇവൻ്റൊക്കെ ഉണ്ട്, എനിക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ ഉള്ളൊരു വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വരും. പക്ഷേ അല്ലാത്ത പക്ഷം ഉണ്ടല്ലോ ഭയങ്കര ഒരു ഡൗൺ ആണ്. നമ്മൾ എപ്പോഴും നമുക്ക് ആ ബെഡിൽ നിന്നൊന്നും എണീക്കാൻ തോന്നില്ല. അത് എനിക്ക് അതിനോട് ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ഫാക്ട് ഗൈസ്. ആൾക്കാരെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കണ പോലെ തന്നെ അവർ കാണുമ്പോൾ അവരെയും സംസാരിക്കണം. നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് എനർജി സ്പെൻഡ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ആസ് എൻ ഇൻട്രോവേർട്ട് ഞാൻ ഞാൻ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. സോ അത് ഞാൻ എൻ്റെ ഒരു എന്തോ പറയുമല്ലോ ഒരു ചെറിയൊരു ഒഡ്യൂസേ അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റായിട്ടോ ഞാൻ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ തുടങ്ങിയ സമയത്തുള്ള പോലത്തെ ഒരു പ്രശ്നം ഇപ്പം ഇല്ല. ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണെങ്കിലും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനാണെങ്കിലും ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഐ എം പ്രിറ്റി കൂൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്കിനി കുറച്ചുകൂടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ സംസാരിക്കുമ്പോൾ ഞാൻ പറയാം നടക്കലും കുറച്ച് ആട്ടവും കൂടുതലാണ്. അതൊന്നും എനിക്ക് കുറയ്ക്കണം ഗൈസ്. ദാറ്റ്സ് ദ മെയിൻ തിങ്. അതൊരു കാക്കയൊന്ന് എന്നെ തെറി വിളിക്കുന്നു, പാവം കാക്ക. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്, പോയി ഹമ്പിൾ വന്നോ നോക്കിയിട്ട് വരാം. അവനൊരു ആയും പറയാം. എനിക്ക് ആ റെഡിറ്റിൻ്റെ കേസ് പറയണമെന്നുണ്ടായിരുന്നു, കുറച്ച് ലോങ് ആയി പോയില്ല, ക്ഷമിക്കണം. എന്തായാലും പോയിട്ട് ഹമ്പിളിനെ കാണട്ടെ. ബൈ. വെൽക്കം ബാക്ക്. ഞാൻ കോഴിക്കോട് പരിപാടി കഴിഞ്ഞല്ല. കോഴിക്കോടൻ. ആ ഞാൻ മറ്റേ രണ്ടാമത്തെ കാർത്തിക് ഞാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ മെസ്സേജ് വന്നില്ല, ഞാൻ ഫോണിലായിരുന്നു, അതാണ്. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, കയറ്റി വിടുന്നുണ്ട്. അവന് മാത്രമേ ഇവിടെ ആ ഇതിൽ പറ്റാ. അവൻ കയറിങ്ങി വരുവാടാ. കാർത്തിക് സൂര്യക്ക് അവനെല്ലാരും ഫാൻസ് അല്ലേ താഴെ ഉള്ളവര്, അവന് മാത്രമാണ് ഇവിടെ ഫ്രീ എൻട്രി. അവൻ കയറിങ്ങി വരും. യെസ്. അപ്പൊ നൈസ്, നമ്മളൊന്ന് ചില്ല് ചെയ്തിട്ട് വരാം. ബൈ. അങ്ങനെ ഹമ്പിൾ പോവുകയാണ്. ഞാൻ ചുമ്മാ കളി കാണാൻ പോവാന്ന് വിചാരിച്ചിരുന്നേ, കഫിക്കാനില്ല. ഞാൻ അങ്ങനെ മറ്റേ കയ്യിലേക്ക് കൊടുത്ത് എനിക്കൊന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ ഫുൾ മറ്റേ ഗെറ്റ് റെഡി, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വ്ളോഗറാണ് ഗൈസ്. അപ്പാടാ ഓക്കെ, ഹാവ് എ സേഫ് ജേർണി. ബൈ. കാണാം അടുത്ത പ്രാവശ്യം. കാലിക്കറ്റിൽ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബിരിയാണി LPG അല്ലടാ അത് മറ്റേ എന്തോ. ബാടാ. ബൈ ഗൈസ്. ഓ വന്നിട്ടേ നമ്മളൊക്കെ ഭയങ്കര ഫാൻസാണ് കേട്ടോ. അപ്പം ഓ ഭയങ്കര ഫാൻസായി. ഏതാ പുച്ഛിക്കുന്നത്? ഇതാണോ പുച്ഛിക്കുന്നത്? നിനക്ക് ഫാൻസ് എന്നാണോ പുച്ഛിക്കാൻ? ഭയങ്കര ട്രോളിങ് ആയിരുന്നു കേട്ടാ എൻ്റെ വ്ളോഗിൽ വന്നിട്ട്. അവള് എവളാണ് തന്നത് ഗൈസ് എൻ്റെ ഈ തൊപ്പി. ഓ എന്നാലും ഞാൻ ആ പൂച്ചയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവള് മീൻമുട്ട കഴിക്കാൻ വന്നതാണ്. ഉമ്മ ഉണ്ടാക്കിയിട്ട് വിളിച്ചോണ്ട് മീൻമുട്ട അതിനകത്ത്. എന്താണ് ഇവിടെ മീൻ എന്തോ മീനായിരുന്നു അത്? എല്ലാം പ്ലാൻ ചെയ്യും. ആറ് മൂളയാണ് കേട്ടാ, പല്ലും ഇല്ല, പല്ലില്ലാത്ത ടീംസ് ഗൈസ്. ഇവിടെ മറ്റേ തിന്നാൻ വേണ്ടി വരുന്നതാണ്, തീറ്റി പണ്ടാരമാണ് ഗൈസ്. ഞാൻ പറഞ്ഞേ കട്ട ഫുഡിയാണ്. എന്തായാലും നമ്മൾ കഫിക്കാനെ പോകണമെന്നുണ്ട്. ഞാൻ നോക്കട്ടെ എന്താണ് പരിപാടി എന്നുള്ളത്. അവിടെ കാണുകൂടി. ശരി ഗൈസ്, വരാം. ഇതിനു വേണ്ടിയാണ് നാട്ടിലോട്ട് വരുന്നത്. എന്താണ് പറയാനുള്ളത് ഈ ഉപദ്രവത്തിനെ പറ്റി? ഓ ആ പൂച്ചയായിട്ട് കൊലവിളിക്കുന്നുണ്ട്. വാട്ട് ഡു യു വാണ്ട് ടു സേ? എന്ത് പറയണം? ഇവന്റെ ഉപദ്രവത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് അടുത്ത ഉപദ്രവകാരി. അവളെ തിരിച്ചാണ് അവൻ ഉപദ്രവിക്കുന്നത്. ഇത് പൂച്ചയാണ്, കടുവയല്ല അത്. കമോൺ, എന്താണ് പറയാനുള്ളത്? എൻ്റെ ബ്ലോഗിൽ വന്നതിന് എന്ത് ജാടയാണ് കേട്ടാ. പണ്ട് വ്ളോഗും ചെയ്ത് നടന്നതാണ്. സ്വന്തമായിട്ട് വ്ളോഗൊക്കെ ചെയ്ത് നടന്നവർ നമ്മുടെ വ്ളോഗിൽ വരുമ്പോൾ ജാട. അപ്പം എന്തായാലും ഗൈസ്, ഇന്ന് CSK ജയിക്കോ RR ജയിക്കോ? എൻ്റെ ഒരു ഇതിൽ CSK ജയിക്കും. ഐ ഗസ് CSK ആയിരിക്കും ഫസ്റ്റ് ബാറ്റിംഗ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഉച്ചയ്ക്ക് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് അതൊക്കെയാണ് മീൻമുട്ട തിന്നാൻ വേണ്ടി വന്നേക്കണത്. ഇവിടെ മീൻമുട്ട കാണി, ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് കേസ്. എന്താ മീൻമുട്ടയൊക്കെ തിന്നോണ്ടിരിക്കുന്നത്? നമ്മളെ മീൻമുട്ട പ്രാന്തിയാണ്. അപ്പോൾ മധുചേട്ടനോട് പോണ്ടേ? എന്ന് റെഡിയാവും നിന്റെ പല്ലൊക്കെ മീൻമുട്ട തിന്നാനായിട്ട്? പുള്ളിയെ വിളിച്ച് പറയണം മീൻമുട്ടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ. നിനക്ക് പ്രോൺസ് തിന്നാവും അതിന്. യവന് പ്രോൺസ് അലർജി. എനിക്ക് മാത്രം ഒരു അലർജി ഇല്ല. ബിക്കോസ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്തും തിന്നാം. ഫ്രഷ്യസ് മീൻമുട്ട ഇരിക്കണം ഞങ്ങൾക്ക് വേണ്ടി മാത്രം. ഇത് മീൻ പൊരിച്ചതാണ്. നമ്മള് കഴിച്ചു വെച്ചേക്ക്. ഇത് തല, നെമ്മീന്റെ തലേര പീര വെച്ചത്. ഓ അവളെ സന്തോഷം നോക്കിയേ. ഉച്ചയ്ക്ക് ഒരു ലോഡ് ഒരു സ്രാവിനെയൊക്കെ തിന്നിട്ട് വന്നതാണ്. അയ്യോ സോറി ഗൈസ്. ഓ മസാല കയറി മണ്ടേ കയറി എൻ്റെ തോമയായിരുന്നു. ഇനിയിപ്പോൾ മറ്റേ കാർത്തിക് തുമ്മിയതുപോലെ ഞാനും ഇനി ആശുപത്രി എത്താതിരിക്കാൻ.
ഞാൻ അതാ അടുത്തവൻ ചുമക്കണം. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സീനാണ് ഈ മറ്റേ മീനിൻ്റെ മസാല ഇസ് എ വിക്ക് ഡേഞ്ചറസ് സ്ഥാനം. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ മണ്ടേ കയറും. അപ്പോൾ എന്തായാലും അവൾ മീൻമുട്ട തിന്നിട്ട് കഴിച്ചു. നല്ല ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു. ഞാൻ നോർമലി തിന്നാറില്ല മീൻമുട്ട, പക്ഷേ ദിസ് വാസ് ഗുഡ്. വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഹോംലി ടേസ്റ്റ്. നിനക്ക് ഇഷ്ടമാണോ മീൻമുട്ട? ഓ ശരി. അപ്പം ക്യാവിയാറൊക്കെയാ അപ്പം എന്തായാലും ഗൈസ് നമ്മൾ നോക്കട്ടെ, കളി എന്തായാലും തുടങ്ങട്ടെ 7:30. അത് നോക്കിയിട്ട് CSK ഈസ് ഗോണ വിൻ ടുഡേ ആൻഡ് സഞ്ജു സാംസൺ ഇന്ന് നല്ലപോലെ കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നൊരു 50 സ്കോറിന് മുകളിൽ പോകും ഉറപ്പാണ് സഞ്ജു. എല്ലാവരും 50 അടിച്ച സ്ഥിതിക്ക് ഇന്ന് സഞ്ജു സാംസണും 50 അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് CSK, സഞ്ജു സാംസൺ 50. ദിസ് ഈസ് മൈ പ്രഡിക്ഷൻ. സീ യു ലേറ്റർ, ബൈ. ഇവിടുത്തെ ഫിഷ് ബിരിയാണി, ചപ്പാത്തിയും മീൻമുട്ടയും. ഇത്രയും വർഷം വേറെ എവിടെയോ പോയി കിടന്നിട്ടാണ് എന്നിട്ട് വന്നിട്ട് ഉമ്മ ഇല്ലെങ്കിൽ നല്ല തീറ്റി തന്നെ ഫുഡ്. പണ്ട് അവിടെയും ഫുഡ് തന്നെ ആയിരുന്നു, ഇവിടെയും ഫുഡ്. അതിന് വേണ്ടി ഫുഡിന് വേണ്ടി മാത്രം ജീവിക്കുന്നത്. ഞാൻ ഫുഡ് കഴിക്കും. സനി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡയറ്റൊന്നുമല്ല. ഐ ആം ഓൾസോ ഫുഡി. ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് തിരി എൻ്റെ ഹെൽത്ത് നോക്കുകയാണ്. ശരിയാവും, പണി കിട്ടും, തിന്നാനായിട്ട് ഞാൻ ജീവനോടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ തന്നെ. ഇല്ലെങ്കിൽ എനിക്ക് പ്രോൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മധുചേട്ടൻ്റെ അവിടുത്തെ പ്രോൺസൊക്കെ പോയി തിന്നണമെന്നുണ്ട്. അവൾ ഇന്നലെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു, എല്ലാവരും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അവൾ പറ്റിച്ചു. എന്തോ ഡെൻ്റൽ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് അത് നടന്നില്ല. എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡ് നോക്കാം, ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഗൈസ് നോക്കട്ടെ, കഫിങ്ങാനെ പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കത്തി കഴിക്കാനായിരിക്കും മിക്കവാറും പ്ലാൻ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കളി കാണാം. നോക്കട്ടെ ഗൈസ്, ബൈ ഗൈസ്. CSK ഫസ്റ്റ് ബാറ്റിംഗ്. എൻ്റെ ഒരു ഇതിൽ അവൻ 50-ന് മുകളിലുള്ള സ്കോർ എടുക്കും എന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു. എത്ര എടുക്കും സഞ്ജു സാംസന്റെ സ്കോർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് ഇറങ്ങുമ്പോൾ? ബെസ്റ്റ് സഞ്ജു സാംസൺ 20 റൺസ് എന്നാണ് അവൻ പറയുന്നത്. ഞാൻ പറയണത് 50-ന് മുകളിൽ അടിക്കും. കൊട്ടി നിന്ന് ഞാൻ പറഞ്ഞില്ല, 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഞ്ജു സാംസൺ വേറെ ലീഗായി. പക്ഷെ എൻ്റെ ഒരു ഇതിൽ 50-ക്ക് മുകളിൽ എന്തായാലും പോകും ഇന്നത്തെ കളി. ലെറ്റ്സ് സീ. പിന്നെ എനിക്ക് നമ്മളെ ഋതുരാജിലും ഒരു പ്രതീക്ഷയുണ്ട്, അവനിന്ന് നല്ലപോലെ അടിക്കട്ടെ. ഋതുരാജ് അല്ല, ഋതുരാജ്. അപ്പം ഋതുരാജും സാംസങ്ങും ആയിരിക്കും ചിലപ്പോൾ സാംസണും ആയിരിക്കും ഓപ്പണിങ്. ധോണി ചിലപ്പോഴേ കളിക്കുള്ളൂ അറിഞ്ഞൂടാ, നോക്കാം ഗൈസ്. ഐ ഫീൽ ലൈക്ക് ജഡേജ മറ്റേ ടീമിൽ. ഓക്കെ, നമുക്ക് CSK ഫാൻസ് കൂടി. ഞാനും ഈ സീസൺ പോലെ CSK ആണ് ഗൈസ്. കഴിഞ്ഞ സീസൺ RCB ആയിരുന്നു. പിന്നെ RR സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാറ്. ഇപ്രാവശ്യം RCB ആണ് ചാമ്പ്യൻ. അവർ അതിനെ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളത് നോക്കിയാൽ മതി. ഫസ്റ്റ് ദേ ആർ ദ ചാമ്പ്യൻസ് മാൻ. കഴിഞ്ഞാണ് വിരാട് കോഹ്ലിയുടെ ആദ്യത്തെ കപ്പ് അടിച്ചു പോയാ. ഐസൻസിൻ്റെയൊക്കെ TV ആണ് ഗൈസ്. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് ഔട്ടൊക്കെ ആവും. പാനലൊക്കെ പോയി ഗൈസ്. ഇത് എത്ര വർഷമായി? 3 വർഷമൊന്നും ആയില്ല, പോടാ 2 വർഷമായി. കാരണം പാനലൊക്കെ പുകയാറായി. പുതിയ TV വാങ്ങിക്കേണ്ടി വരും ഗൈസ്. നോക്കട്ടെ, എന്തായാലും ഇവിടെ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നേരെ കഫിക്കാന് നോക്കട്ടെ ഗൈസ്. ബൈ. എടി സഞ്ജു സാംസൺ എത്ര റൺസ് എടുക്കും? ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ല വെക്കണ്ട, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. എത്ര എടുക്കും? പ്രഡിക്റ്റ് ചെയ്യും. അവനാണ്. അല്ലല്ല പറ, ഇത് ആദ്യത്തെ ബാറ്റിംഗ് ആണ്. എത്ര റൺസ് വേണം എടുക്കാം? അപ്പൊ 70. ഞാൻ പറയണത് 50-ക്ക് മുകളിൽ. ഇവൻ പറഞ്ഞ് 20. സോ ലെറ്റ്സ് സീ ഗൈസ്, ആരുടെ പ്രൊഡിക്ഷൻ ആണെന്ന് വർക്ക് ആവണമെന്ന് നോക്കാം. സഞ്ജു സാംസന്റെ സ്കോറാണ് ഇന്നത്തെ നമ്മളെ പ്രൊഡിക്ഷൻ. ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അവന്. ഹാർട്ടിന്റെ ഒന്നും കേൾക്കാൻ വയ്യത്. അവന് ഹാർട്ടില്ല എന്നാണ് അവൻ പറഞ്ഞു വരുന്നത്.
വല്ല ഉണ്ടാടേ ഹാർട്ട് വേഗമായിട്ട് കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റും നന്നായിട്ട്. ആ ഡോക്ടർമാർക്ക് കേൾക്കാൻ പറ്റൂലേ? ആ അതേ കേൾക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. അല്ല നീ മറ്റേ ഡോൾബി ഡിജിറ്റൽ ഒന്നും കേൾക്കൂല, അങ്ങനെയൊന്നും കേൾക്കൂല. എല്ലാം കേൾക്കുന്നുണ്ടാ? നന്നായിട്ട് കേൾക്കാം. നീ കേട്ട് കേട്ട് ശീലമായടി, കേട്ട് നിനക്ക് ആ ഡുപ്പ് ഡുപ്പ് കേൾക്കാൻ പറ്റും. ഞാൻ ഇത്രയും നാള് വിചാരിച്ചോണ്ടിരുന്നത് നമുക്ക് മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ പോലെ അങ്ങനെയൊന്നും കേൾക്കൂല. ഇത് വേഗമായിട്ട് കേൾക്കാൻ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും അബ്നോർമൽ ഏതാ നോർമൽ ഏതാണ്. എന്റെ ആ ഇത് പോയി എത്രയും നാള് ആഗ്രഹിച്ച് വെച്ചോണ്ടിരുന്നതാണ്. ഡോൾബി ഡിജിറ്റൽ പോലെ കേൾക്കുന്നു. ഇത് നോയിസ് ക്യാൻസലേഷൻ ആവും. അപ്പൊ ഒന്നും ആലോചിച്ച് നോക്കുമ്പോൾ ഇതല്ലേ ഈ ഏറ്റമല്ലേ ചെക്ക് ചെയ്ത് നോക്കാം അത് തന്നെയാണോ, അത് ഓണാണോ ഓണാണോ നോക്ക് സനി. ഒരു മിനിറ്റ് ചേച്ചി, അങ്ങനെ ഓണാണോ നോക്കണം. ഇതാണ് നേരത്തെ എന്റെ ചെവിയും ചെയ്തത് ടോം ടോം കേൾക്കാനുണ്ട്. പക്ഷെ കോൺസെൻട്രേഷൻ വേണം, വേളി സൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ. അല്ല അത് കേൾക്കില്ല, പിന്നെ നമ്മള് ഇങ്ങനെ ആക്കാൻ പറഞ്ഞ അത് ലെങ്സിന്റെ ഇത് ഹാർട്ട്. ആ നല്ലപോലെ കേക്കാം, കൊള്ളാം കേട്ടാ നമ്മളെ ഹാർട്ടിന്റെ സൗണ്ട്. ഓ ഇതിൽ കേട്ടില്ലെങ്കിൽ എവിടെയും കേട്ടില്ല. എക്യുപ്മെന്റ്. ഓ എക്യുപ്മെന്റ്. പേര് എന്താ പേര്? എന്താണ് എന്റെ പേര്? എന്റെ പേര് എന്റെ പേര് എഴുതിയിട്ടുണ്ടായാലും. ഓ അതാണ് കാണിക്കാൻ വേണ്ടി. ഡോക്ടർ ദിയ. എൻക്രൈവ്ഡ്. ഇതിന്റെ പേര് ലിപ്മാൻ. ഓ ലിറ്റ് മാൻ. നീ അവള് ഡോക്ടറാണ്, കണ്ടു കഴിഞ്ഞാൽ ലുക്കില്ലെങ്കിലും. അതെ, ഡോക്ടർ പശുപതി, ഡോക്ടർ ഫുഡിയാണ് അവള്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് സാംസൺ അടിക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 50-ന് മുകളിൽ പോട്ടെ. ഈ തെണ്ടി നീ 20 എന്നാണ് പറഞ്ഞത്. 20-20-നകത്ത് 6-ന് ഔട്ടാടേ സാംസൺ. പയ്യൻ കളിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ. ഓ മൈ ഗോഡ്, പുതിയ ടീം, പുതിയ എൻവയൺമെന്റ്. ഡിസപ്പോയിന്റഡ്. അപ്പൊ എന്തായാലും ഇനി കളി കാണുന്നില്ല. ബൈ ഗൈസ്. ബർഗറാണ് കൊന്നത്. ഓ ബി ബർഗർ ബൗൾഡ് ആവണ്ടായിരുന്നു. ബർഗർ അടിച്ച് 6 അടിച്ചിട്ട് ഔട്ടായാലും മതിയായിരുന്നു. പുള്ളിക്ക് ബർഗർ കഴിക്കാൻ തോന്നിയാണ് അവന്റെ പേര് കേട്ടപ്പോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും സഞ്ജു സാംസൺ ഔട്ടായി. ഇനി ഞാൻ ഹൈലൈറ്റ്സ് ഉണ്ടോളാം. ബൈ ഗൈസ്. ഗൈക്വാഡും 6-ൽ ഔട്ട്. ഇതെന്തോടെ ഇന്ന് എവന്റെ കണ്ണാണെന്ന് തോന്നി, എവൻ കാണുന്നുണ്ടാണെന്ന് തോന്നി. ഇവൻ നോർമലി IPL കാണാറില്ല. ഓ മൈ ഗോഡ്, ഇതെന്താ ഇത് 6-ൽ 2 പേര് ഔട്ടായത്. എന്തോ ആരോ എവിടെയോ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷിറ്റ്, ഐ ആം ഡിസപ്പോയിന്റഡ്. ആരെങ്കിലും ഒരാൾ അടിച്ച് പപ്പടമാക്കിയെന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. നോക്കാം, എനിക്കൊന്ന് കഫിക്കാനേ പോയിരുന്ന് കാണാത്തോണ്ടാണെന്ന് തോന്നുന്നു. നോക്കാം ഗൈസ്. ഗൈസ് അവന് ഹാട്രിക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കിട്ടിയില്ല. തേണ്ടി ബർഗർ. അവന്റെ പേര് ആരൊക്കെയുമ്പോ ബർഗർ തിന്നാൻ തോന്നുന്നു. ഇല്ലേ ഇല്ലേ? എവിടെ പിന്നെ മീനൊക്കെ അടിച്ചു വാരി തിന്നാണ്ട് ബർഗർ തിന്നാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല. പാവം ചെറുക്കൻ. അണ്ടർ-19 ക്യാപ്റ്റനാണ് ആയുഷ് മഹാത്രെ. അണ്ടർവെയർ അല്ലടി, ഇന്ത്യൻ അണ്ടർ-19 ക്യാപ്റ്റനാണ്. ഇതുപോലത്തെ അണ്ടർവെയർ ടീമുകളൊക്കെ കളി കാണാൻ വന്നേക്കുന്ന പ്രശ്നമാണ്. കണ്ട ഇരിക്കണ നോക്കിയാണ്. ക്രിക്കറ്റിനെ പറ്റിയൊരു വിവരമില്ല. അണ്ടർവെയർ ക്യാപ്റ്റൻ പോലും. ഗൈസ്, ആയുഷ് മഹാത്രയുടെ ഫാൻസ് വല്ലവരും ഉണ്ടെങ്കിൽ ഇവളെ അറ്റാക്ക് ചെയ്യൂ ഗൈസ്. ഇവൻ മറ്റേ ബർഗർ ഫാനാണ്. നീ CSK-ലോട്ട് മാറി. ഇപ്പൊ ഈ വർഷം എല്ലാരും CSK-ലോട്ട് മാറി. നീ തേച്ചിട്ട് പോ. കളിക്കാരെ അറിഞ്ഞൂടാ, കളിക്കാനും അറിഞ്ഞൂടാ. നിന്റെ ചിക്കൻ വന്നടാ. അവന്റെ ഷവായി വന്നിട്ടുണ്ട്. അവൻ്റെ സന്തോഷം കണ്ടില്ലേ തിന്നാനായിട്ട്. ക്ലബ് ഷവായ എന്ന് ഷവായ ചിക്കൻ വാങ്ങിച്ചേക്കാണ് ഗൈസ്. ഞാൻ മിക്കവാറും കഫിക്കാനേ പോയതിന് രാത്രി. യവന്മാരുടെ ബൗളിങ് പട്ടി അടിയാട്ടാ. അവന്മാർ അടിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഒരു 200 എന്തായാലും എത്തും. ഈ ഒരു പവർ പ്ലേ ഒന്ന് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ CSK 200 എത്തും. പിന്നെ അവന്മാരെ എറിഞ്ഞിട്ടാ മതി ഗൈസ്. സർഫറാസ് നല്ല അടിയാണ്. അപ്പം ദൂബെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പേരുണ്ട് ഗൈസ്. അപ്പം എന്തായാലും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ബാറ്റിംഗ് കഴിഞ്ഞ് വരാം ഗൈസ്. ബൈ. കുത്ത് ഇട് നീ. എന്താണ് ഇത്? നീ മറ്റേ മാങ്ങ കുത്തൻ കണ്ടിട്ടില്ലേ ഞാൻ വണ്ടി നിർത്തിയത്. ഗൈസ്, കഫിക്കാനേടാ മാവിൽ മാങ്ങ പൂത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂടെ ഇത് വെച്ചിട്ട്? എന്തുണ്ടാക്കും? കണ്ട് കുറെ നാളായല്ലോ. ഫുൾ ബാഡ്മിൻ്റൺ കളിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ചെന്നൈ തോക്കാറായല്ലോ. ഞാൻ അതുകൊണ്ട് കുറേ നേരം വീട്ടിൽ നിന്ന് കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഷിറ്റ് ഗൈസ്, ഇന്ന് ചെന്നൈ വാമപ്പാണ് ഗൈസ്. തൽക്കാലം ഇത് നമ്മളൊരു പ്രാക്ടീസ് മാച്ചായിട്ടേ കാണുന്നുള്ളൂ. ചെന്നൈ
ചെന്നൈയെ തടയാൻ ആർക്കും പറ്റത്തില്ല. സത്യം കേട്ടോ, യവന്മാർക്ക് എന്ത് പറ്റിയാന്തോ, അതെല്ലാം മറ്റേ പട്ടിയടി വീരന്മാരാണ്. എന്നാ വെറുതെ ഉണ്ടോന്ന് വിക്കറ്റ് കളഞ്ഞു. മുംബൈയും RCB ഒരു രക്ഷയില്ല കേട്ടോ. RCB കിടിലൻ ടീം ഈ പ്രാവശ്യം. എന്തായാലും ഓടെ ഗൈസ്, മാങ്ങ പറിക്കട്ടെ അവര്. എന്തെങ്കിലും കഫിക്കാനയിൽ വന്നിരിക്കുകയാണ് ഞാൻ വീണ്ടും. ഇതാണ് അവൻ കഷ്ടപ്പെട്ട് മാവിൻ്റെ മണ്ടയിൽ നിന്ന് പറിച്ചത്. ഒരെണ്ണം മാത്രമേ പഴുത്തിട്ടുള്ളൂ തോന്നുന്നു. അങ്ങനെ മാങ്ങ സീസൺ ഈസ് ഒഫീഷ്യലി ഓൺ ഗൈസ്. കൊള്ളാം. ഈ മാങ്ങ വെച്ചിട്ട് ഇപ്പം നമ്മൾ മിൽക്ക് ഷേക്ക് കഴിയൂടെ. എന്താ പറയണ്ട കേട്ടോ. നൈസ്. ഇതും പഴുത്തതാ. കൊള്ളാം. ഈ മാങ്ങ അച്ചാറാണ്. കഫിക്കാനയിൽ സാൻഡ്വിച്ചിനോട് അച്ചാർ. ഫ്രഞ്ച് ടോസ്റ്റ് എങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. വെറൈറ്റി. വെയിറ്റിംഗ് ഫോർ വെറൈറ്റി ഫുഡ്. മറ്റേ ഇനി ഇവിടെ തിന്നാൻ ബാക്കിയൊന്നും ഇല്ല. എനിക്ക് പുതിയ സാധനങ്ങൾ വേണം. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. വിശക്കുന്നു. ബൈ ഗൈസ്. ഇവിടുത്തെ മാവിൽ പൂത്ത മാങ്ങ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നോക്കട്ടെ, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായി. ലെറ്റ്സ് ചെക്ക് ഔട്ട് കഫിക്കാന മാംഗോ. കൊള്ളാല്ലേ? പഴുത്തല്ലേ? അവിടെ തപ്പേ കാണുമല്ലോ അപ്പോൾ പഴുത്ത മാങ്ങ കുറേ. മാങ്ങ ഒരു അഡിക്ഷനാണ് ഗൈസ്. കഴിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല. നീ മിക്സ് ചെയ്തേക്കുന്ന 2 മാങ്ങ മിക്സ് ചെയ്തതാണ്. 3 അതാണ്. ചിലത് ഒരു ചെറിയ പുളിപ്പുണ്ട്, ചിലത് നല്ല പഴുത്തത്. എനിക്കത് നല്ല പഴുത്തതാണ്. കൊള്ളാണ്. 3 കഴിച്ചു പോയി. കൊള്ളാം. നൈസ്. ഇത് വെച്ച് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുമോ? വെറുതെ പറഞ്ഞാണോ? ഉണ്ടാക്കൂലേ? കൊള്ളാട്ടാ. കൊള്ളാം ഗൈസ്. എനിക്കത് മൊത്തം ഞാൻ തന്നെ തിന്നത്. വേണ്ട, അവരും കഴിച്ചോട്ടെ. കളി ഭയങ്കര സീനാണ് കേട്ടോ. 100 റൺസ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്രാക്ടീസ് മാച്ചായിട്ട് നമ്മൾ കണ്ടാൽ മതി. അവരൊന്ന് വാമപ്പൊക്കെ ആവണമല്ലോ, അതിൻ്റെ പരിപാടിയായിട്ട് കണ്ടാൽ മതി ഗൈസ്. എന്തായാലും വി വിൽ ബി ബാക്ക്. സഞ്ജു സാംസൺ വിൽ ബി ബാക്ക്. ജഡേജ പോയതോടുകൂടി CSKയുടെ കഷ്ടകാലം തുടങ്ങിയാന്ന് പറഞ്ഞുകൂടാ. എന്തായാലും സഞ്ജു സാംസൺ പൂർവാധിക ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒരു പാസ്ത പറഞ്ഞു ഗൈസ്, അത് വരട്ടെ. ഞാൻ കഴിച്ചിട്ട് വീട്ടിൽ പോവാം. ബൈ. ഞാൻ ഗൈസ് എൻ്റെ പാസ്ത വന്നിരിക്കുകയാണ്. ഒരു ചേഞ്ചിന് ഞാൻ ഇപ്രാവശ്യം മാക്രോണി വിത്ത് നെപ്പോളിറ്റാനോ സോസ് ചിക്കൻ. എനിക്ക് മാക്രോണി ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഉമ്മ ഉണ്ടാക്കും നല്ല കിഡിലെ മാക്രോണി. ഒരു രക്ഷയില്ല കേട്ടോ. വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അത് മാക്രോണി മിക്സ് ചെയ്ത് കഴിക്കും. ഇവിടെ ടൊമാറ്റോ ബേസ്ഡാണ് സാധനം. കൊള്ളാം. ഒരു രക്ഷയില്ല കേട്ടോ. കൊള്ളാം. കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്. ബിക്കോസ് ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടാണ്. ചെറിയൊരു സ്പൈസിൻ്റെ കിക്കുണ്ട്. സോ ബാലൻസ് ആവുന്നുണ്ട്. കൊള്ളാം. നൈസ്. പിന്നെ അവരുടെ ഈ ഒരു സാധനം ബേസിൽ തേച്ച ബ്രെഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗുഡ് വൺ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. കളി തുടങ്ങിയിരിക്കുകയാണ്. വളരെ ചെറിയ ഡിഫെൻഡിങ് ടോട്ടൽ ഒന്നും അല്ല ഇത് 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സീനാണ് ഗൈസ്. അതുകൊണ്ട് ഒരു ക്യാച്ചായിരുന്നു ഷിഫ്റ്റ് മിസ്സായി ഗൈസ്. 4 പോയി. ഞാൻ പറഞ്ഞേ ഇതൊരു പ്രാക്ടീസ് മാച്ചായിട്ട് കണ്ടാൽ മതി, അതേ നടക്കും. എന്തായാലും ഇനിയുണ്ടല്ലോ മാച്ച്. സോ ഇത് നമ്മൾ 6 ബെസ്റ്റ്. ശരി ഗൈസ്, ഞാൻ കഴിച്ചിട്ട് വീട്ടിൽ പോട്ടെ. ബൈ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഗെയിം എന്തായാലും തോക്കും ഗൈസ്. അവൻ ജയ്സ്വാളും മറ്റേ രഘുവൻഷിയും കൂടെ അടിച്ച് തകർക്കുക തന്നെ. ടോട്ടൽ ഒട്ടും പോരാ. ബൗളിങ്ങും എനിക്ക് തോന്നുന്നില്ല CSK ഇപ്രാവശ്യം. CSK എന്നല്ല, ഇപ്പം നടന്ന കളിയിൽ ഒരുവിധം എല്ലാവരുടെയും ബൗളിംഗ് ശോകമാണ്. ബിക്കോസ് ബാറ്റ്സ്മാൻമാർ ഭയങ്കര OP ആണ് ഗൈസ് എല്ലാ ടീമിലും. അപ്പോൾ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ലേലം വിളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളേഴ്സ് ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IPL വന്ന് ഫുൾ പൊട്ടൻഷ്യലിൽ ബോൾ ചെയ്യത്തുമില്ല. ബിക്കോസ് അവർക്കൊക്കെ വേറെ സീരീസും ബൈലാറ്ററലും എല്ലാം വരുന്നതുകൊണ്ട് IPL എന്ന് പറയുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മൊത്തം ഫോറിൻ പ്ലെയേഴ്സ് പോലും കംപ്ലീറ്റ്ലി അവൈലബിൾ അല്ല ഒരു ടീമിനും. സോ ബൗളിങ് ഞാൻ പറഞ്ഞില്ലേ അൺശോകം. അതൊരു ബാറ്റ്സ്മാൻമാരുടെ ഒരു ബാറ്റിംഗ് പ്രാക്ടീസ് പോലെയാണ് ഇപ്പോൾ എനിക്ക് IPL ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇന്ന് അറ്റ്ലീസ്റ്റ് 6 നല്ല രീതിയിൽ ബൗൾ ചെയ്തൊരു ചാലഞ്ച് കൊടുത്തിട്ടുണ്ട് CSKക്ക്. സോ ഇങ്ങനത്തെ ഒരു ബൗളിംഗ് ആസ്പെക്റ്റിലും കുറച്ച് സ്ട്രെങ്ത് കാണിക്കണം എല്ലാ ടീമുകളും. അല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി ഭയങ്കര ബോറാവും ഗൈസ്. ഭയങ്കര ഒരു മൊണോട്ടണസ് പരിപാടിയാകും. ബാറ്റ്സ്മാൻമാർ വന്ന് അടിക്കുന്നു, 200 ക്രോസ് ചെയ്യുന്നു. പിന്നെ അതൊരു രസമില്ല. ഇത്തിരി ഇതേപോലത്തെ കുറച്ച് ടൈറ്റ് മാച്ചുകൾ ആവണം. ലൈക്ക് എന്താ പറയാമല്ലോ, ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്യലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ബൗളിംഗ് യൂണിറ്റും കൂടെ എല്ലാ ടീമിനും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊരിത്തിരി ഒരു 50-50 ചാൻസ് വന്നത്. ഇതിപ്പോൾ അതില്ല. സോ എന്തായാലും ഇതൊരു 1 സൈഡഡ് ഗെയിം ആവാനാണ് ചാൻസ് ചെയ്തത്. ബിക്കോസ് അവന്മാർ ഫസ്റ്റ് ആ ഒരു ഓപ്പണിംഗ് പെയറിനെ തന്നെ അടിച്ചെടുക്കുക എന്നുള്ള റൺസേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും സഞ്ജു സാംസൺ ഇനി വരുന്ന കളികളിലൊക്കെ പൊളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട കേസ്, പിന്നെ പുള്ളിക്ക് അതൊരു പ്രഷറാവും, മനസ്സിലായില്ലേ. ലെറ്റ് ഹിം ജസ്റ്റ് ടേക്ക് ഹിസ് ടൈം ആൻഡ് എന്താ പറയുമല്ലോ, ആ ഒരു പുതിയ ടീമൊക്കെ ആയിട്ടൊന്ന് അക്കസ്റ്റംഡ് ആയിട്ട് ആ ഒരു പുതിയ ടീംമേറ്റ്സും ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ ഒന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ പുള്ളിയുടെ ടൈം എടുക്കട്ടെ. നമുക്ക് ഞാൻ പറയാം, നമുക്ക് എപ്പോഴും സഞ്ജു സാംസൺ സെഞ്ചുറി അടിക്കണമെന്നാണ് ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അപ്പോൾ എന്തായാലും പുള്ളി പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല കേസ്, പുള്ളിയാണ് അവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ് ഹിം ടേക്ക് ഹിസ് ടൈം. ആൻഡ് CSK ഓൾസോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് നല്ല രീതിയിൽ ബക്ലപ്പ് ചെയ്ത് ബാക്കി ടൂർണമെൻറ്റിലെ കളികളൊക്കെ നല്ല രീതിയിലൊരു എഫേർട്ട് ഇട്ട് കളിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നോക്കാം ഗൈസ്. അപ്പം ഞാൻ എന്തായാലും വേറെ വ്ളോഗ്സൊക്കെ ചെയ്യാനുള്ള പ്ലാനുണ്ട്. നമ്മൾ കുറേ ഫുഡൊക്കെ കഴിക്കാനുള്ള എക്സ്പ്ലോറേഷൻ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ലെറ്റ്സ് സീ ഗൈസ്. അപ്പം പുതിയ വ്ളോഗായിട്ട് വരാം. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണാൻ താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സിസ്റ്ററിൻ്റെ മോളൊന്ന് എനിക്ക് വിളിച്ചായിരുന്നു. അവളിങ്ങനെ പറഞ്ഞായിരുന്നു 5 ദിവസമായി വ്ളോഗ് ഇട്ടിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് മോട്ടിവേഷൻ കയറി. അതുകൊണ്ട് ലെറ്റ്സ് സീ, എന്തായാലും കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവാൻ നോക്കാം ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ കഴുത്തിൻ്റെ കുറച്ച് വേദനയുണ്ട്, ഉറങ്ങാനൊക്കെ ഭയങ്കര സീനാണ് ഗൈസ്. മെഡിസിൻ കഴിഞ്ഞു, പക്ഷേ പ്രോബ്ലം ഈസ് മെഡിസിൻ കഴിഞ്ഞതോടുകൂടി പെയിൻ തുടങ്ങി. അത് സ്വാഭാവികമാണോ എന്നും അറിഞ്ഞുകൂടാ. എന്തായാലും പോയി ഡോക്ടറിനെ കണ്ട് ഫിസിയോ പതുക്കെ തുടങ്ങാമെന്നുള്ള പ്ലാന്. എന്തായാലും എനിക്ക് ജിമ്മിൽ പോകാതെ എന്തോ ഒരു വിമ്മിഷ്ടം. എന്തായാലും ഇനിയിപ്പം ഹെൽത്ത് നോക്കിയേ പറ്റുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുണ്ട്. ലെറ്റ്സ് സീ ഗൈസ്. എല്ലാവരും എന്നെ മെസ്സേജ് അയക്കാറുണ്ട് മിക്കവരും. ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് വെരി താങ്ക്ഫുൾ ടു യു ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ ഗൈസ്, ഞാനിവിടെ ഉണ്ട്. ആൻഡ് വി വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റ.